വാങ്ങാനില്ലാത്തപ്പോൾ കിലോയ്ക്ക് 500 രൂപ വില വരുന്നത് കൊണ്ട് എന്താണ് നേട്ടം? ആർക്കും ഒരു നേട്ടവുമില്ല, വാങ്ങുന്നവരുടെ കയ്യിലെ പണം തീരുമെന്നല്ലാതെ. മത്തി വന്നു തുടങ്ങിയപ്പോഴോ ദേ വില 100-നും താഴേക്ക് വീണു. കടൽ ചെമ്മീന്റെ ചാകരക്കാലത്ത് വില കിട്ടുന്നത് 40 മുതൽ 60 രൂപ വരെ മാത്രമാണ്. കിലോയ്ക്ക് 240 മുതൽ 280 വരെ എത്തിയതാണ് ഇടിഞ്ഞ് താഴേക്ക് വീണത്. മണ്ണെണ്ണ വാങ്ങാനുള്ള കാശ് പോലും കിട്ടാതെ മണൽപ്പുറത്ത് ചൊരിഞ്ഞിടുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. എങ്ങനെയുണ്ടായി ഈ പ്രതിസന്ധി? അതിന് ഒരു കാരണമേയുള്ളൂ. അമേരിക്കയ്ക്ക് പുറമെ ഇപ്പോ ജപ്പാനും ഇന്ത്യൻ ചെമ്മീൻ ഇറക്കുമതി നിർത്തി. ഇന്ത്യയുടെ ചെമ്മീൻ കയറ്റുമതിയുടെ 20% അമേരിക്കയിലേക്കായിരുന്നു. നല്ലൊരു പങ്ക് ജപ്പാനിലേക്കും പോയിരുന്നു. ഇത് രണ്ടും ഇപ്പോ ഇല്ലാതായിരിക്കുന്നു. എന്തുകൊണ്ടാണ് സർക്കാരുകൾക്ക് ഇടപെടാൻ കഴിയാതെ പോകുന്നത്? സ്പോട്ട്ലൈറ്റ് തുടങ്ങുന്നു. മീൻപിടുത്തക്കാർ ഇനി എന്തു ചെയ്യണം? നമ്മുടെ മീൻ വിഭവങ്ങൾക്ക് വല്ലാത്ത വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ പെട്ടുപോകുന്നത് സാധാരണക്കാരാണ്. 500 രൂപ മുടക്കി മത്തി വാങ്ങാനൊന്നും ആർക്കും കെൽപ്പില്ല. ഇതര സംസ്ഥാനങ്ങളിലെ ഇടനിലക്കാർ തെല്ല് ലാഭമുണ്ടാക്കി പോകുമെന്നല്ലാതെ നാട്ടിലെ മീൻപിടുത്തക്കാർക്ക് അതുകൊണ്ട് ഒരു നേട്ടവുമില്ല. അതുപോലെ ചെമ്മീൻ വില 240-ൽ നിന്ന് 60-ലേക്കും 40-ലേക്കും ഒക്കെ കുത്തി വീണാൽ അർത്ഥം വാങ്ങാൻ ആളില്ല എന്നാണ്. മീൻപിടുത്തത്തിന്റെ ചെലവ് പോലും കിട്ടാതെ വിറ്റഴിക്കാൻ നിർബന്ധിതരാകുന്ന സ്ഥിതി. ആർക്കും ഗുണമില്ലാത്ത ഈ വിലക്കയറ്റവും വിലയിറക്കവും അസ്ഥിര വിപണിയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ആഭ്യന്തര വിപണിയെ മാത്രം ആശ്രയിച്ച് നിലനിൽക്കേണ്ട ഗതികെട്ട നിലയിലാണ് മീൻപിടുത്തക്കാർ. ആ പ്രതിസന്ധി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അമേരിക്ക 2019-ൽ ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ ഇറക്കുമതി നിർത്തിയതാണ്. പിന്നീട് മറ്റ് കടൽ വിഭവങ്ങളുടെ ഇറക്കുമതിയെയും ഇത് ബാധിച്ചു. അതിന് ചൂണ്ടിക്കാണിച്ച 2 കാരണങ്ങളും മീൻപിടുത്തക്കാരുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്നതല്ല. ഇതിലൊന്നാമത്തെ കാരണം ഇന്ത്യയിൽ അടിത്തട്ടിൽ നിന്നും വലയിട്ട് ചെമ്മീൻ കോരുമ്പോൾ അതിൽ കടലാമയും ഉൾപ്പെടുന്നു എന്നതായിരുന്നു. കടലാമ ലോകത്തിലെ സംരക്ഷിത ജീവിയാണ്. കടലാമകളുടെ വംശനാശം തടയാൻ വലകളിൽ ടർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ് ഘടിപ്പിക്കണം. ആമകൾക്ക് മാത്രം രക്ഷപ്പെടാൻ വഴിയൊരുക്കുന്ന പ്രത്യേകതരം ഒരു ഉപകരണമാണിത്. രണ്ടാമത്തെ കാരണം കടൽ ചേനയുടെ മുള്ളുകൾ ചെമ്മീനിൽ തറയ്ക്കുന്നു എന്നതാണ്. അടിത്തട്ടിൽ നിന്ന് കോരുമ്പോൾ കടൽ ചേനയും വലകളിൽ അകപ്പെടും. കടൽ പെൻസിൽ എന്നറിയപ്പെടുന്ന ഇവയുടെ മുള്ളുകൾ ചെമ്മീനിൽ തറച്ചുകയറും. ചെമ്മീൻ എന്ന പേരിൽ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ കടൽ ചേന അനുവദനീയമല്ല. ഈ 2 കാരണങ്ങളാണ് അമേരിക്ക ഇറക്കുമതി നിരോധിച്ചത്. ഇപ്പോൾ ജപ്പാനും ആ വഴിക്ക് നീങ്ങാനുള്ള കാരണങ്ങളും ഇതുതന്നെ. മറ്റു വിപണികളും ഇതേ കാരണങ്ങളാൽ ഇറക്കുമതി തടയും എന്ന വലിയൊരു ഭീഷണി നിലനിൽക്കുകയും ചെയ്യുന്നു. 5 വർഷം കഴിഞ്ഞിട്ടും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ മീൻപിടുത്ത യാനങ്ങൾ തന്നെ 1,66,333 എണ്ണമുണ്ട്. അതിൽ 30,772 എണ്ണം യന്ത്രവൽകൃത ട്രോളറുകളാണ്. 97,666 എണ്ണം യന്ത്രവൽകൃത വള്ളങ്ങളും. ഇവയിൽ ഓരോന്നിന്റെയും വലയിൽ ആമയ്ക്ക് രക്ഷപ്പെടാനുള്ള യന്ത്രങ്ങൾ ഘടിപ്പിക്കാൻ 25,000 രൂപ വീതം വേണം. ആകെ ചെലവ് 400 കോടിയിലേറെ വരും. മീൻപിടുത്തക്കാർക്ക് ഈ പ്രതികൂല കാലത്ത് അത് ആലോചിക്കാൻ പോലും കഴിയില്ല. പക്ഷേ സർക്കാരിന് ഇതിനായി ഒരു പലിശരഹിത വായ്പ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇന്ത്യയുടെ കടൽ വിഭവ കയറ്റുമതി കഴിഞ്ഞ വർഷം മാത്രം 60,000 കോടി രൂപയുടേതായിരുന്നു. അമേരിക്കയിലേക്കുള്ള കയറ്റുമതി നടന്നിരുന്നുവെങ്കിൽ 1,00,000 കോടിയിലേക്ക് വരെ അതെത്തിയേക്കാം. ഇത്രയേറെ സാധ്യതകളുള്ള മേഖലയിലേക്കായി 400 കോടി രൂപയുടെ മുൻകൂർ വായ്പ അനുവദിക്കാൻ എന്തിനാണ് അമാന്തം? കടൽ പെൻസിലുകൾ ചെമ്മീനിൽ കുടുങ്ങുന്നത് തരംതിരിക്കാൻ ഇന്ന് യന്ത്രങ്ങൾ ലഭ്യമാണ്. ശുദ്ധമായ ചെമ്മീൻ മാത്രം തിരിച്ചെടുക്കാനുള്ള സംവിധാനം സംസ്കരണ മേഖലകളിൽ സ്ഥാപിച്ചാൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അത്തരമൊരു നീക്കമുണ്ടായില്ല? കഴിഞ്ഞ 5 വർഷമായി ഈ യന്ത്രങ്ങൾ ഘടിപ്പിക്കാനോ ചെമ്മീൻ ശുദ്ധീകരണത്തിനോ സംവിധാനം ഉണ്ടാക്കാനല്ല ശ്രമമുണ്ടായത്. അമേരിക്കയിൽ നിന്നും ഇളവ് നേടാനുള്ള വൃഥാശ്രമങ്ങളാണ് നടന്നത്.
കോടതി ഹെൽമറ്റ് നിർബന്ധമാക്കിയാൽ ഹെൽമറ്റ് വാങ്ങി വയ്ക്കുകയാണ് പോംവഴി. അല്ലാതെ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര അനുവദിക്കണമെന്ന് കേസ് കൊടുത്ത് കാത്തിരുന്നാൽ ഒരു ഫലവും പ്രതീക്ഷിക്കേണ്ടതില്ല. ബസ്സുകൾക്ക് വേഗപ്പൂട്ട് നിർബന്ധമാക്കിയാലും അനുസരിക്കുകയാണ് വഴി. അതുപോലെയാണ് ട്രോളിംഗ് വലകളിൽ ആമകൾക്ക് രക്ഷപ്പെടാനുള്ള ഉപകരണം ഘടിപ്പിക്കണം എന്ന നിർദ്ദേശവും. കേരളത്തിലെ തീരങ്ങളിൽ കടലാമകൾ കാര്യമായി ഇല്ല എന്ന വാദമൊന്നും നിലനിൽക്കില്ല. ആന്ധ്രയിലെ തീരങ്ങളിൽ കടലാമകൾ എമ്പാടുമുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം കയറ്റുമതി അനുവദിച്ചാൽ ആന്ധ്രയിലെ ചെമ്മീനും ഇവിടേക്ക് എത്തുമെന്നറിയാൻ അമേരിക്കയ്ക്ക് FBI അന്വേഷണമൊന്നും ആവശ്യമില്ല. ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതിന് നടപടി വൈകുന്നതാണ് ഇപ്പോഴത്തെ വിപണി അനിശ്ചിതത്വത്തിന്റെ കാരണം. ചെമ്മീൻ സിനിമയിൽ കാണിക്കുന്ന കടപ്പുറം പതിറ്റാണ്ട് 6-7 കഴിഞ്ഞിട്ടും മാറിയിട്ടില്ല. പങ്കായം പിടിച്ചിരുന്ന വള്ളങ്ങളിൽ മോട്ടോർ വന്നു എന്നൊരു വ്യത്യാസം മാത്രമേയുള്ളൂ. അതേ കടപ്പുറത്ത് ചൊരിഞ്ഞിട്ട് അതേ രീതിയിൽ ലേലം ചെയ്ത് അതേ വഴിയിൽ തന്നെ വിൽക്കുകയാണിപ്പോഴും. യൂറോപ്പിലെ മീൻപിടുത്തമൊക്കെ എന്നേ അത്യാധുനികമായി കഴിഞ്ഞു. ബോട്ടിൽ തന്നെ ശീതീകരിച്ച് സൂക്ഷിച്ച് അടച്ചുകെട്ടി കരയിലെത്തിക്കുകയാണ്. ഇവിടെ പിടയ്ക്കുന്ന മീനെന്ന് MATയിൽ വിൽക്കാൻ വരുന്നവർ വിളിച്ചു പറയുമെന്നേയുള്ളൂ. നമ്മുടെ മീൻപിടുത്തം ആധുനികമാവുക എന്നതല്ലാതെ അമേരിക്കയോടും ജപ്പാനോടും പൗരാണിക രീതിയിലുള്ളത് വാങ്ങാൻ പറയാൻ കഴിയില്ല. ഈ തിരിച്ചറിവ് സർക്കാരിനും മത്സ്യബന്ധന മേഖലയ്ക്കും ഉണ്ടാകാതെ രക്ഷ അകലെയാണ്. നമ്മുടെ കടപ്പുറം ചരിത്രത്തിലെ ഏറ്റവും വലിയ വറുതിയിലൂടെ കടന്നു പോവുകയാണ്. മുൻപെങ്ങുമില്ലാത്ത വിധം ആവർത്തിക്കുന്ന കള്ളക്കടൽ പ്രതിഭാസം, അസാധാരണമായ കടൽ കയറ്റങ്ങൾ, വിഴിഞ്ഞത്തും ശംഖുമുഖത്തുമൊക്കെ ഇല്ലാതായ തീരങ്ങൾ, ഇതിനൊക്കെ അപ്പുറം വിപണിയിലെ അനിശ്ചിതത്വം. 590 കിലോമീറ്റർ കടലുള്ള കേരളമാണ് ഇന്ത്യൻ മത്സ്യബന്ധന പ്രതിസന്ധിയുടെ കരാള ഇര. അത് തളർത്തുന്നത് മീൻപിടുത്തക്കാരെ മാത്രമല്ല, കേരളത്തിന്റെ വിപണിയെ തന്നെയാണ്. നമ്മുടെ നികുതി വരുമാനവും കഴിഞ്ഞ 3 മാസവും മുൻ വർഷത്തേതിനേക്കാൾ കുറഞ്ഞതിനുള്ള ഒരു കാരണവും ഇതിലുണ്ട്. കടലോരത്ത് നിന്നുള്ള പണം വിപണിയിലേക്ക് എത്തുന്നില്ല. കടലോരത്തെ ചേർത്ത് പിടിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ നിമിഷം ഏതെന്ന് ചോദിച്ചാൽ അത് ഇതാണ്. ഇങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും ഇതേ സമയം. നമസ്കാരം.